ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ആവേശമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 18ാം പതിപ്പിന് ഇന്ന് തുടക്കം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. ഇന്നു മുതൽ മെയ് 25 വരെ 74 മത്സരങ്ങളായി 10 ടീമുകളാണ് മത്സരിക്കുക. ഫൈനൽ മത്സരം മെയ് 25 കൊൽക്കത്തയിൽ നടക്കും. വാർത്തകൾ വിശദമായി. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. കനിയാതെ പരസ്പരം കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. 2 ദിവസമായി നിരാഹാരമിരിക്കുന്ന ആശാപ്രവർത്തകർ ഷീജയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഷീജയ്ക്ക് പകരം വട്ടിയൂർക്കാവ് UPHSC ആശാപ്രവർത്തക ശോഭ നിരാഹാര സമരം തുടങ്ങി. സമരസമിതി നേതാവ് MA ബിന്ദു തങ്കമണി എന്നിവർ നിരാഹാരം തുടരുകയാണ്. അതേസമയം സന്നദ്ധ സേവന ആശാപ്രവർത്തകരെ മാർഗരേഖയിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ മാർഗരേഖകളിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്നും ഓണറേറിയത്തിൽ ഓരോ വർഷവും വർധനവ് നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയതിൽ വീണ ജോർജിൻ്റെ വിശദീകരണത്തിൽ അവ്യക്തത. 19 ഉച്ചയ്ക്ക് ഇമെയിൽ അയച്ചെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം. എന്നാൽ 18 അയച്ച കത്തായിരുന്നു ദില്ലിയിൽ മന്ത്രി പുറത്തുവിട്ടത്. അനുമതിയിലെ ദുരൂഹതയെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളെ പഴിച്ച് ഒഴിഞ്ഞുമാറുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമന്ത്രി വീണ ജോർജ് വഞ്ചനയുടെ ആൾരൂപമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കൂടിക്കാഴ്ച നിഷേധിച്ചെന്ന വീണ ജോർജിന്റെ ആരോപണം നാടകമാണ്. ക്യൂബൻ സർക്കാരിന്റെ പ്രതിനിധികളെ കാണാനാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ദില്ലിയിലെത്തിയത്. അത് മറയ്ക്കാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സന്ദർശനം നിഷേധിച്ചുവെന്ന് കള്ളപ്രചരണം നടത്തുന്നുവെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കുന്നംകുളം പിരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊന്നു. നിരവധി കേസുകൾ പ്രതിയായ കടവല്ലൂർ സ്വദേശിയും നിലവിൽ മരത്തങ്കോട് വാടകയ്ക്ക് താമസിക്കുന്ന അക്ഷയാണ് വെട്ടേറ്റ് മരിച്ചത്. അക്ഷയും ഭാര്യയും ലിഷോയും വീട്ടിലെത്തിയപ്പോൾ അക്ഷയുടെ സുഹൃത്തുക്കളായ ലിഷോയ്, ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയത്. സുഹൃത്തുക്കളും ലഹരി കച്ചവടക്കാരുമായിരുന്നു. കൊല്ലപ്പെട്ട അക്ഷയും ലിഷോയും ബാദുഷയും കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വ്യാഴാഴ്ച മാത്രം അറസ്റ്റിലായത് 251 പേർ. സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുമായി സംശയിച്ച് 2765 പേരെ പരിശോധിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 236 കേസുകളും രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ, വിഷു, ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. മാർച്ച് 25 മുതൽ 30 വരെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കുക. വിഷു, ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ 10 മുതൽ 19 വരെ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായി 500 കോടി രൂപ അനുവദിച്ചായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ 2ാമത്തെ ഗഡു കേന്ദ്ര സർക്കാരിന് ലഭിക്കുവാനുമുണ്ട്. കരാറുകാരുടെ വൻ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ 500 കോടി രൂപ മുൻകൂറായി അനുവദിക്കുകയായിരുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്തയെ യാക്കോബായ സഭാധ്യക്ഷനായി വാഴിക്കുന്ന ചടങ്ങുകൾ സർക്കാർ പ്രതികൾ പങ്കെടുക്കണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. ഈ മാസം 20-നാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടക്കുന്ന വാഴിക്കൽ ചടങ്ങിൻ്റെ മന്ത്രി P. രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുക്കുന്നതടയണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഹർജി. കേരളത്തിൽ 25-ാം തീയതി വരെ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം ആനറയിലെ വീട്ടമ്മ ഷീലയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് വിധുവിനെ 5 മാസത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. രോഗിയായ ഭാര്യയെ വിധു കഴുത്ത് എരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഷീലയെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. താമരശ്ശേരിയിൽ പോലീസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി സ്വദേശി ഫായിസ് ആണ് പോലീസിന്റെ പിടിയിൽ. എന്നാൽ ഇയാൾ MDMA വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിൽ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എക്സൈസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈങ്ങപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബില ഭർത്താവിൽ നിന്നും നേരിട്ടത് ക്രൂര പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലെത്തി സ്വയം ജോലിയും കണ്ടെത്തി 3ാം ദിവസമായിരുന്നു കൊലപാതകം. പരാതിയിൽ പോലീസ് കാര്യമായി ഇടപെട്ടില്ലെന്നും സഹോദരി പറഞ്ഞു. അതേസമയം ജില്ലയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളിൽ എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് CPM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ മുക്കുവണ്ടം പണയം വെച്ച് 45 ലക്ഷം രൂപ തട്ടിയ കേസിൽ സീനിയർ അക്കൗണ്ടന്റ് മോഹൻ കൃഷ്ണൻ ഉൾപ്പെടെ 7 പ്രതികൾ പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതികളെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. ലഹരിക്ക് അടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ച് അമ്മ. കോഴിക്കോട് ഏലത്തൂർ സ്വദേശി രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരിക്ക് അടിമയായ മകൻ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നിരന്തരം ഭീഷണിയെ തുടർന്നാണ് മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകിയത്.
കൈതപ്പുറത്തെ ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണന്റെ മരണകാരണം നെഞ്ചിൽ വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നാടൻ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി സന്തോഷ് വെടിയുതിർത്തത്. രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് എത്തിയതെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. കാസർഗോഡ് 6.024 ഗ്രാം മെത്തംഫെറ്റമിനുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. നേക്രാജ ജല്ലിക്കട്ട പെട്ടിപ്പുള്ളം ചെന്നക്കടത്ത് വാടക കോട്ടയിൽ താമസിക്കുന്ന മുഹമ്മദ് ഹനീഫ് കെ ആണ് മയക്കുമരുന്നുമായി പിടിയിലായി. ഇയാളുടെ പോക്കറ്റിലും ബൈക്കിലും ഒളിപ്പിച്ചിരുന്ന മയക്കുമരുന്നാണ് എക്സൈസ് കണ്ടെടുത്തത്. എറണാകുളം കുറുപ്പമ്പടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കും. പീഡനത്തെപ്പറ്റി കുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴി വീണ്ടും എടുക്കുകയാണ് പോലീസ്. അറിഞ്ഞിട്ട് ഇത് മറച്ചുവെച്ചതിനാകും കേസ് എടുക്കുക. കൊല്ലം നഗരത്തിൽ വേദന സംഹാരി ഗുളികൾ ലഹരിക്കായി കച്ചവടം നടത്തിവന്ന സംഘത്തിലെ പ്രധാനി പിടിയിൽ. മുണ്ടക്കൽ സ്വദേശി രാജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന ഗുളിക അടക്കം പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതി കച്ചവടം നടത്തിയിരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള DMK ഭാഷയുടെ പേരിൽ വിഷം പടർത്തുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്രം തമിഴ്നാട്ടിലെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ആരോപണങ്ങൾക്കാണ് രാജ്യസഭയിൽ അമിത്ഷായുടെ മറുപടി. സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ പേരിൽ കർണാടക സർക്കാരിന് 7,500 കോടി രൂപയുടെ അഴിമതി ആരോപണം. കരാർ റദ്ദാക്കി അന്വേഷണം നടത്തണമെന്നാണ് BJP MLA CN അശ്വന്ത് നാരായൺ വ്യാഴാഴ്ച നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 14,000 കോടി രൂപ വിലമതിക്കുന്ന 20,000 കിലോ രാസലഹരി വസ്തുക്കൾ രാജ്യത്ത് പിടികൂടി നശിപ്പിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദില്ലി ഹൈക്കോടതി ജഡ്ജി SN വർമ്മയുടെ വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങി സുപ്രീംകോടതി. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. 15 കോടി രൂപ കണ്ടെത്തിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. വിഷയം കോൺഗ്രസ് രാജ്യസഭയിൽ ഉന്നയിച്ചു. ദില്ലി ഹൈക്കോടതി ജഡ്ജി SN വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ റിപ്പോർട്ടിൽ ട്വിസ്റ്റ്. സംഭവത്തിൽ വിശദീകരണമായി ദില്ലി ഫയർഫോഴ്സ് രംഗത്തെത്തി. ജഡ്ജിയുടെ വസതിയിൽ ഫയർഫോഴ്സ് പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് പ്രതികരിച്ചു. 15 മിനിറ്റിൽ തീ അണച്ചുവെന്നും സ്റ്റേഷനറി സാധനങ്ങൾക്കാണ് തീപിടിച്ചതെന്നും വാർത്താ ഏജൻസിയോട് അതുൽ ഗാർഗ് വിശദീകരിച്ചു. രാജ്യസഭയിൽ CPM അംഗമായ ജോൺ ബ്രിട്ടാസിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരിഹാസം. ബ്രിട്ടാസിന്റെ പാർട്ടിയാണ് ഏക അന്താരാഷ്ട്ര പാർട്ടിയെന്ന് പറഞ്ഞായിരുന്നു അമിത്ഷാ പരിഹസിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡോജ് സംഘത്തിലെ പ്രധാനിയും ശതകോടീശ്വരനുമായ ടെസ്ല CEO ഇലോൺ മസ്കിന്റെ ഗ്രോക്കിനെ ബ്രിട്ടാസ് ഉത്തരിച്ചപ്പോഴായിരുന്നു അമിത്ഷാ എഴുന്നേറ്റതും പരിഹാസം നടത്തിയതും. ലോക്കോ പൈലറ്റുമാർക്ക് ആൽക്കഹോൾ ഇതര പാനീയങ്ങൾ കഴിക്കൽ യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 5 ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരു കുമാര ദിസനായകയാണ് മോദിയുടെ സന്ദർശന തീയതി വ്യക്തമാക്കിയത്. അമേരിക്കയിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. US വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ട് പോകാൻ കാരണം വകുപ്പാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സജീവമായി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറിൽ ഏപ്രിൽ 1 മുതൽ UPI സേവനം ലഭിക്കില്ല. തട്ടിപ്പും അനധികൃത ഇടപാടുകൾ തടയുന്നതിന് അത്തരം നമ്പറുകൾ വിച്ഛേദിക്കാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെന്റ് സേവനദാതാക്കളോടും നിർദ്ദേശിച്ചു. സേവനം തടസ്സപ്പെടാതിരിക്കുന്ന ഉപയോക്താക്കൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണം. അല്ലാത്തപക്ഷം ഏപ്രിൽ 1 മുതൽ UPI സേവനം ലഭിക്കില്ലെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൂര്യനായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം റെട്രോയിലെ ലിറിക് വീഡിയോ പുറത്തെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.